ബ്രിട്ടീഷുകാരുടെ കയ്യിലെ കരുവായി തീർന്ന, അതിന് താൻ സന്നദ്ധനാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറിയിച്ച കത്തുകളാണ്, മാപ്പപേക്ഷയാണ്, വിധേയത്വത്തിന്റെ വൃത്തികെട്ട അധമമായ സ്തുതിവചനങ്ങളാണ് ഈ കത്തിലുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിൽ നടക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നവരെ ഞാൻ പിന്തിരിപ്പിക്കാം. വേറൊരു പേര്, ചിത്രഗുപ്ത എന്ന പേരിൽ സ്വന്തം ആത്മകഥ സ്വയം തന്നെ പുകഴ്ത്തിക്കൊണ്ട് എഴുതി ഈ സവർക്കർ വലിയ വീരനാണ്, വീർ സവർക്കറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മകഥ എഴുതി. ബ്രിട്ടീഷുകാരുടെ കൂലി വാങ്ങിച്ച്, ഒറ്റുപണം വാങ്ങിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ഒരാളാണ്. അയാളെ ആദർശവൽക്കരിക്കാൻ എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിലെ ഈ കേരളം പോലെ പ്രബുദ്ധമായ വർഗീയതക്കെതിരായിട്ടുള്ള മതനിരപേക്ഷ നിലപാടുള്ള ഒരു പൊതു ജീവിതമുള്ള ഈ സമൂഹത്തിനകത്തുനിന്ന് ഒരു അധ്യാപകൻ എങ്ങനെ കഴിഞ്ഞു? ചില ഗാന്ധി വധത്തിൽ അതിന് ഉത്തരവാദികളായ ആളുകളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ലോകനീതിയുടെയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മനസാക്ഷിയോടും ഉത്തരം പറയാനുള്ള ബാധ്യത കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചില്ല. കാസർകോട്ടെ വിദ്യാഭ്യാസ വകുപ്പ് ഈ അടുത്ത് നടത്തിയ പരീക്ഷയിൽ സവർക്കറെ പറ്റിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ABCDയിൽ ഒരു ഉത്തരവായിട്ട് അവർ നൽകിയിട്ടുണ്ടായിരുന്നത് സവർക്കറുടെ പേരായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും സവർക്കർ ആണോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി? സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ വളരെ സുദീർഘമാണ്. ആ സുദീർഘമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പല തലങ്ങളിൽ പലരും എഴുതിയിട്ടുള്ളതാണ്. അത് ലിഖിത രൂപത്തിൽ ഇന്ന് ലഭ്യമാണ്. ആ ചോദ്യമിട്ട സംഘപരിവാറുകാരനായ അധ്യാപകൻ ഒരു ചരിത്രത്തെ അതിൻ്റെ ഒരു വസ്തുതാടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ആളല്ല. അദ്ദേഹത്തിന് മുമ്പിൽ ഒറ്റ അജണ്ടയുണ്ടായിരുന്നു, സവർക്കറെ എങ്ങനെയെങ്കിലും പുതിയ തലമുറയുടെ മുമ്പിൽ കൊണ്ടുവരണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നത്, ത്യാഗപരിതമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ജീവിതം ഉണ്ടായിരുന്നത് ഹിന്ദുത്വത്തിന്റെ ആചാര്യനായ സവർക്കർക്കാണ് എന്ന് വരുത്തി തീർക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി, അങ്ങനെ ഒരു നെറേഷൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം അബ്സേർഡാണ്, അസംബന്ധപൂർണമായ ഒരു ചോദ്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സുദീർഘമായ ചരിത്രം പഠിക്കുന്ന ആർക്കും അറിയാം. ഇപ്പോ ബംഗാളിലെ അനുശീലൻ സമിതിയുടെ, യുഗാന്തറിന്റെ, അതേപോലെ തന്നെ പഞ്ചാബിനെ പിടിച്ചുകുലുക്കിയ വിപ്ലവ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗദർ പാർട്ടിയുടെ ഈ ചരിത്രമൊക്കെ വായിക്കുമോ? അതിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട് വലിയ സായുധ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ദീർഘകാലം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ ത്രൈലോക്യനാഥ് ചക്രവർത്തിയെ പോലുള്ള യുഗാന്തർ പാർട്ടിയുടെ, അനുശീലൻ പാർട്ടിയുടെയൊക്കെ നേതാക്കളും പ്രവർത്തകരും, അവരുടെയൊക്കെ ജീവിതകഥ എന്ന് പറയുന്നത് 40 വർഷത്തോളം ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞതാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ എന്താണ്? മധ്യേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എത്രയോ മനുഷ്യർ ജീവിതം മുഴുവൻ ജയിലിൽ കിടന്നവരാണ്. ജയിലിൽ കിടന്ന് നരകിച്ചു മരിച്ചുപോയ ആളുകൾ. അപ്പോൾ സവർക്കർ ആണെങ്കിൽ എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് ദേശീയവാദിയായിരിക്കുകയും പിന്നീട് ഏറ്റവും അപമാനകരമായ രീതിയിൽ ബ്രിട്ടീഷ് സർക്കാരിന് മുമ്പിൽ കീഴടങ്ങുകയും എന്നെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചു തരണം, രക്ഷിക്കണം എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയും ചെയ്ത ദേശീയ വഞ്ചനയുടെ കൂടി ചരിത്രമുള്ള ആളാണ് VMS. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന സ്വാതന്ത്ര്യ സമര ചരിത്ര പുസ്തകത്തിൽ സവർക്കർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഭീകരവാദധാരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ യുഗാന്തറും അനുശീലൻ സമിതിയും ഭഗത് സിംഗിന്റെ പ്രസ്ഥാനവും ഗദർ പാർട്ടിയൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ സവർക്കറെയും പരാമർശിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ ആവേശപൂർവം പൊരുതിയ ഒരു യുവ വിപ്ലവകാരികളുടെ കൂട്ടത്തിൽ സവർക്കറുണ്ട്. ആ അർത്ഥത്തിൽ അദ്ദേഹം ദേശീയവാദിയാണ്. എന്നാൽ അദ്ദേഹം പിടിക്കപ്പെടുന്ന എന്തിനു പേരാ? നാസിക് കലക്ടറെയും അതേപോലെ തന്നെ കോൺസൺ വാലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയും കൊലപ്പെടുത്തിയ കേസിലാണ്, അതിൻ്റെ ഗൂഢാലോചനയിലാണ് അദ്ദേഹം പിടിക്കപ്പെടുന്നത്. അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നത് നാസിക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ വധിച്ച കേസിൽ പിസ്റ്റൾ എത്തിച്ചു കൊടുത്ത ആളെന്ന നിലക്കാണ്.
അപ്പൊ ആ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് 50 വർഷത്തെ ശിക്ഷ കിട്ടുന്നത്. ശിക്ഷിക്കപ്പെട്ട് അന്തമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് അയക്കപ്പെട്ട സവർക്കറുടെ ജീവിതം എന്താണ്? ത്രൈലോക്യനാഥ് ചക്രവർത്തിയെ പോലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഈ വിപ്ലവധാരയുമായി ബന്ധപ്പെട്ട യുഗാന്തർ പ്രസ്ഥാനവും ഗദർ പാർട്ടിയും അനുശീല സമിതിയൊക്കെയായി ബന്ധപ്പെട്ട എത്രയോ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ജയിലിൽ പോയിട്ട് ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പിൽ കീഴടങ്ങിയിട്ടില്ല. എല്ലാ മർദ്ദനങ്ങളെയും ജയിൽ നരക ജീവിതത്തെയൊക്കെ അഭിമാനപൂർവ്വം അനുഭവിച്ചവരാണ് അവർ. എന്നാൽ സവർക്കറുടെ ചരിത്രം എന്താണ്? പിടിക്കപ്പെട്ട് ജയിലിലെത്തപ്പെട്ടതോടുകൂടി അദ്ദേഹം ഭീരുവായി. വീർ സവർക്കർ എന്നാണ് RSS അദ്ദേഹത്തെ പറയുന്നത്. അദ്ദേഹം ഒരു വീരനുമല്ല. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ നടത്തിയ അനുഭവങ്ങളിൽ നിന്ന് കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടതോടുകൂടി അദ്ദേഹം എന്താണ്? കീഴടങ്ങി, ഭീരുവായി. അപമാനകരമായ കീഴടങ്ങൽ അദ്ദേഹം നടത്തി. അദ്ദേഹത്തെ വീര സവർക്കർ എന്ന് വിളിച്ചത് AKG ആണ് എന്ന് ഈ ഒരു വിവാദത്തിനിടക്ക് ഈ BJPന്റെ ആളുകളൊക്കെ പറയുന്നുണ്ട്. അതിനെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഒന്നാമത് RSSകാരെന്ന് പറയുന്നത് ചരിത്രബോധമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ടാണല്ലോ അവർ RSS ആയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ അനിഷേധ്യമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്താണ്? ആ ചരിത്രത്തെ അപനിർമ്മിക്കുകയാണ്, തെറ്റായ രീതിയിൽ അപനിർമ്മിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സവർക്കറെ പോലുള്ള ഒരു ദേശീയ വഞ്ചകനെ വീരനായിട്ടും വലിയ ദേശസ്നേഹിയായിട്ടൊക്കെ അവതരിപ്പിക്കാൻ RSSകാർ പലതരങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് RSS വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലോ, അവിടുന്ന് വിവരം കിട്ടിയ ഒരു BJPയുടെ വനിതാ നേതാവ്, അശ്വനി എന്നാണ് അവരുടെ പേര്, പോലീസ് ജീപ്പ് തടയാൻ പിറകു പോയിട്ട് തള്ളിയ ആളാണ് അവര്. സാധാരണ മുന്നിൽ നിന്ന് തടയുക, അത്രത്തോളം എന്താണ് ഉണ്ട് അവരുടെ പൊതു വിവരം എന്ന് പറയുന്നത്. ആ വനിതാ നേതാവാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് AKG ആണ് സവർക്കറെ വീരൻ എന്ന് വിളിച്ചത്. ഒരു വസ്തുതയില്ല. എന്താ വസ്തുത സവർക്കർ എന്ന വ്യക്തിയുടെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച ഏറ്റവും നാണം കെട്ട ഒന്നാണ് ഈ വീർ സവർക്കർ കഥ. സവർക്കറുടെ ജീവചരിത്രം എഴുതിയത് ചിത്രഗുപ്തയാണ്. അതിലാണ് സവർക്കർ എന്തായത്? വീര സവർക്കറായി വിശേഷിപ്പിക്കപ്പെട്ടതും വിവരിക്കപ്പെട്ടതും. എന്നാൽ ഈ വീര സവർക്കറുടെ ചരിത്രം എഴുതിയ ചിത്രഗുപ്ത ആരാണ്? അങ്ങനെ ഒരു എഴുത്തുകാരനുണ്ടോ? അതിന്റെ 2ാം പതിപ്പിന്റെ പ്രസാധന സമയത്താണ് ആ പതിപ്പിന്റെ ആമുഖത്തിൽ പ്രസാധകനായ രവീന്ദ്രദാസ് പറഞ്ഞത് ഇത് ചിത്രഗുപ്ത എന്ന പേര് ഒരാളാണ് എഴുതിയത്. ഈ ചിത്രഗുപ്ത എന്നത് ഒരു തൂലികാനാമമാണെന്നും ഈ ചിത്രഗുപ്ത എന്ന തൂലികാനാമത്തിന്റെ യഥാർത്ഥ ഉടമ സവർക്കറാണ്, VD സവർക്കറാണെന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ്. സ്വയം തൻ്റെ ജീവചരിത്രം എഴുതുക, ആളുകൾക്ക് ആത്മകഥ എഴുതുക. സവർക്കർ ആത്മകഥ എഴുതിയാൽ അത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം വേറൊരു പേര്, ചിത്രഗുപ്ത എന്ന പേരിൽ സ്വന്തം ആത്മകഥ സ്വയം തന്നെ പുകഴ്ത്തിക്കൊണ്ട് എഴുതി ഈ സവർക്കർ വലിയ വീരനാണ്, വീർ സവർക്കറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മകഥ എഴുതി. ഈ കഥകളൊക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. സംഘപരിവാർ അനുകൂലി കൂടിയായിട്ടുള്ള വാജ്പേയി മന്ത്രിസഭയിലെ ഈ ഡിസ്ഇൻവെസ്റ്റിഗേഷൻ മിനിസ്റ്റർ കൂടിയായിരുന്ന നമ്മുടെ അരുൺ ഷൂരി സവർക്കർ എന്ന ഐക്കണെ പൊളിച്ചിട്ടുണ്ട്. ഈ RSSകാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ചരിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്നാണ്. അദ്ദേഹം ഈ കഴ്സൻവാലി വധത്തിന്റെയും നാസിക് കലക്ടറുടെ വധത്തിന്റെയും ഒക്കെ പേരിൽ പിടിക്കപ്പെട്ടതോടുകൂടി അദ്ദേഹം ബ്രിട്ടീഷ് പോലീസിന് കീഴടങ്ങി എന്ന് മാത്രമല്ല ഭീരുവായി തീർന്നു. ഭീരുവായ സവർക്കർ അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ 6 മാപ്പപേക്ഷകളാണ് എഴുതിയത്. ആ മാപ്പപേക്ഷകളുടെ സ്വഭാവം എന്താണ്? സാധാരണഗതിയിൽ ജയിലിൽ കിടക്കുന്ന ഒരാള് അയാളുടെ ശിക്ഷാ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ വിട്ടയക്കണമെന്ന് പറയും. ഒന്ന് ശാരീരികമായി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പിന്നെ വീട്ടിൽ കുടുംബത്തിൽ തൻ്റെ ആവശ്യമുണ്ട്, വൃദ്ധരായ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, കുട്ടികളാണ്, അവരെ എൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എൻ്റെ ഈ ഇത്രയും അനുഭവിച്ച ശിക്ഷാ കാലാവധി എൻ്റെ മുഴുവൻ ശിക്ഷയായി കണക്കാക്കി എന്നെ വിട്ടയക്കണമെന്ന് മേഴ്സി പെറ്റീഷൻ കൊടുക്കും. അതൊരു തെറ്റല്ല മേഴ്സി പെറ്റീഷൻ കൊടുക്കുന്നത്. പക്ഷെ സവർക്കർ കൊടുത്ത് മേഴ്സി പെറ്റീഷൻ അല്ലല്ലോ, മാപ്പപേക്ഷകളാണ്. ആ മാപ്പപേക്ഷകൾ സവർക്കറെ പോലുള്ള ഒരു ദേശീയ വഞ്ചകന്റെ ബ്രിട്ടീഷ് പാദസേവയുടെ
വൃത്തികേട്, അശ്ലീലകരമായ ബ്രിട്ടീഷ് ക്രൗണിനെ സ്തുതിച്ചുകൊണ്ടുള്ള വരികൾ അതിലുണ്ട്. ബ്രിട്ടീഷ് മഹാറാണിയല്ലാതെ ഈ ലോകത്തിന് ആരുണ്ട്? സൂര്യസദിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അതിവയായ ബ്രിട്ടീഷ് ക്രൗണിനെ സ്തുതിക്കുന്ന വചനങ്ങൾ നിറഞ്ഞതായിരുന്നു. എന്നിട്ട് എന്താ അദ്ദേഹം പറഞ്ഞത്? തന്നെ വിട്ടയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിന് ആവശ്യമാണ്, അവിടെ പോയി സേവനം ചെയ്തോളാം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിൽ നടക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നവരെ ഞാൻ പിന്തിരിപ്പിക്കാം. ബ്രിട്ടീഷുകാരുടെ കയ്യിലെ കരുവായി തീർന്ന, അതിന് താൻ സന്നദ്ധനാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറിയിച്ച കത്തുകളാണ്, മാപ്പപേക്ഷയാണ്, വിധേയത്വത്തിന്റെ വൃത്തികെട്ട അധമമായ സ്തുതിവചനങ്ങളാണ് ഈ കത്തിലുള്ളത്. അപ്പൊ ചരിത്ര വിദ്യാർത്ഥികൾ സവർക്കർ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? വീരനായിട്ടാണോ ഭീരുവായിട്ടാണോ? ദേശവഞ്ചന നടത്തി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാൻ, അതിൽ പങ്കെടുക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കാം, അതിനുവേണ്ടി എന്താണ് ഹിന്ദു രാഷ്ട്രവാദവും ഹിന്ദു മുസ്ലിം വിഭജനവും ഉണ്ടാക്കുന്ന വർഗീയ പ്രത്യയശാസ്ത്ര പ്രചരണം നടത്തിക്കൊള്ളാം എന്ന ഉപാധിയിലാണ് സവർക്കറെ വിട്ടയക്കുന്നത്. സെല്ലുലാർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നാടായ മഹാരാഷ്ട്രയിലേക്ക്, രത്നഗിരി ജില്ലയിലേക്ക് മാറ്റുന്നുണ്ട്. അവിടുത്തെ ജയിലിൽ അദ്ദേഹത്തെ താമസിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ജയിലിൽ താമസിപ്പിക്കുന്ന കാലത്താണ് അദ്ദേഹം വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണകൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്? അദ്ദേഹത്തെ വിട്ടയച്ചത് കൃത്യമായ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ധാരണയനുസരിച്ചാ, അവരുടെ ഉപാധി അനുസരിച്ചാ. എന്താ അവരുടെ ഉപാധി ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യയിൽ കോൺഗ്രസ് ഒക്കെ നടത്തുന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ, അതിൽ പങ്കെടുക്കുന്ന ബഹുജനങ്ങളെ പിന്തിരിപ്പിക്കാം. അതിനുവേണ്ടി എന്താ അദ്ദേഹം ചെയ്ത്? ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്ന ആ കൊളോണിയൽ തന്ത്രത്തിന്റെ കരുവായി ബ്രിട്ടീഷുകാർക്കെതിരായിട്ടല്ല സമരം ചെയ്യേണ്ടത്, പിന്നെ ആർക്കെതിരായിട്ടാ? മുസ്ലിങ്ങൾക്കെതിരായിട്ടാ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കും. ഗാന്ധിയും കോൺഗ്രസും ഒക്കെ എന്താണ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു രാഷ്ട്രത്തെക്കുറിച്ചാണ്, ഹിന്ദു മുസ്ലിം മൈത്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് അപകടകരമാണ്. ഹിന്ദുക്കളുടേതായ രാഷ്ട്രം വേണം. ഹൈന്ദവതയാണ് ദേശീയത. ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് സവർക്കർ പ്രവർത്തിച്ചത്. രത്നഗിരി ജില്ലയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു. ആ മോചിപ്പിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ടുള്ള ധാരണ എന്താ? ഈ ബ്രിട്ടീഷ് പാദസേവക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് എന്ത് കൊടുക്കും? ചെലവ് കൊടുക്കും, അലവൻസ് കൊടുക്കും. ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് എന്നെ മോചിപ്പിക്കുമ്പോഴുണ്ടായ ധാരണയനുസരിച്ചുള്ള അലവൻസ് എനിക്ക് ലഭ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ രത്നഗിരി ഡിസ്ട്രിക്ട് ബ്രിട്ടീഷ് കലക്ടർക്ക് അപേക്ഷ അയച്ച ആളാ. നിഷേധിക്കാൻ പറ്റുമോ ആർസർക്ക്? ഇത് അപേക്ഷ അയച്ച ആളാണ് ആര്? ഈ സവർക്കർ. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അന്നത്തെ ബ്രിട്ടീഷ് രത്നഗിരി ജില്ലാ കലക്ടർ 60 രൂപ പ്രതിമാസ അലവൻസ് അനുവദിക്കുന്നുണ്ട്. 60 രൂപ അരണ കാലണക്ക്. ഇവിടെ ആളുകൾ ബ്രിട്ടീഷ് സർവീസിന് കീഴിൽ പണിയെടുക്കുന്ന കാലത്താണ് ഈ ഒറ്റുകാരന്, ഈ വഞ്ചകന് തങ്ങൾക്കെതിരായി ഇന്ത്യൻ ജനത നടത്തുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ അസ്ഥിരീകരിക്കാം, അതിനുവേണ്ടി വർഗീയത വളർത്താം എന്ന ധാരണയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് 60 രൂപ അലവൻസ് കൊടുക്കുന്നത്. ഫഹീമ് ഒന്ന് കൂട്ടി നോക്ക്. ഇന്നത്തെ രൂപയുടെ മൂല്യവും ഒക്കെ ചേരും. ഇന്നത്തെ രൂപ വരും എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഉറുപ്പിക വരും. ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള പണം ബ്രിട്ടീഷുകാരിൽ നിന്ന് അലവൻസായി പറ്റി. അതിന് രാഷ്ട്രീയത്തിന്റെ ഭാഷയിൽ ആ പണത്തിലെ പേര് ഒറ്റുകാശ് എന്നാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒറ്റുപണം വാങ്ങിച്ച ആളാണ് സവർക്കർ. എന്നിട്ടാണ് സവർക്കറെ കുറിച്ച് ഈ ചരിത്ര വസ്തുക്കളൊക്കെ പറഞ്ഞു പോയാൽ അത് വലിയ അപരാധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് RSSകാര് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത്, ആക്രമണങ്ങൾ നടത്തുന്നത്. സവർക്കർ അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത ദേശീയവാദിയാണ്. ഞാൻ തന്നെ മറ്റൊരു സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ അദ്ദേഹം ദേശീയവാദിയായിരുന്ന കാലത്ത് എഴുതിയതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്ന ആ പുസ്തകം പറഞ്ഞത്. പിൽക്കാലത്ത് അദ്ദേഹം ജയിലിൽ എത്തപ്പെട്ടപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ആത്മരക്ഷാവാദം എന്ന് പറയും, ആത്മരക്ഷാവാദപരമായ നിലപാടുകൾ ഇരുന്നുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെച്ച ഉപാധികളനുസരിച്ചു. ആ ഉപാധികളനുസരിച്ചാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നത്. അദ്ദേഹത്തിന് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തെ അസ്ഥിരീകരിക്കാൻ, ഹിന്ദു മുസ്ലിം ഭിന്നതയുണ്ടാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രതിമാസം 60 രൂപ അലവൻസ് നൽകി.
ബ്രിട്ടീഷുകാരുടെ കൂലി വാങ്ങിച്ച് ഒറ്റുപണം വാങ്ങിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ഒരാളാണ്. അയാളെ ആദർശവൽക്കരിക്കാൻ എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിലെ ഈ കേരളം പോലെ പ്രബുദ്ധമായ വർഗീയതക്കെതിരായിട്ടുള്ള മതനിരപേക്ഷ നിലപാടുള്ള ഒരു പൊതു ജീവിതമുള്ള ഈ സമൂഹത്തിനകത്തുനിന്ന് ഒരു അധ്യാപകൻ എങ്ങനെ കഴിഞ്ഞു? അപ്പൊ അധ്യാപകൻ എന്താണ്? കൃത്യമായ RSS അജണ്ടയാണ്. ദേശീയ വഞ്ചനയുടേതായ RSSന്റെ ചരിത്രത്തെ, RSSന്റെ പ്രത്യയശാസ്ത്രം നിർമ്മിച്ച എസൻഷ്യൽ ഓഫ് ഹിന്ദുത്വയാണല്ലോ. ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞത് ആ പുസ്തകത്തിലാണ്. അതാണല്ലോ RSSന്റെ പ്രത്യയശാസ്ത്രം. RSSന്റെ പ്രത്യയശാസ്ത്രം നിർമ്മിച്ച ആള് രാജ്യദ്രോഹിയായിരുന്നു, ബ്രിട്ടീഷ് പാദസേവനായിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് അലവൻസ് വാങ്ങിച്ചിട്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാൻ വേണ്ടി പണിയെടുത്ത ആളാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയ ആളാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം ചെയ്യേണ്ടത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് എന്നുള്ള വർഗീയ പ്രചരണം നടത്തിയ ആളാണ്. ഗാന്ധിയും ഗോപാലകൃഷ്ണ ഗോഖലെയും ഒക്കെ തന്നെ അപകടകാരികളാണെന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച ആളാണ് ഈ സവർക്കർ. ആ സവർക്കറെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജയിലിൽ കിടന്ന ത്യാഗഭരിതമായ ജീവിതമുള്ള മഹാനായി ഇളം മനസ്സുകളിൽ, പുതുതലമുറയുടെ മനസ്സുകളിൽ എത്തിക്കാനുള്ള വളരെ നിന്ദ്യമായ, വളരെ അപകടകരമായ ഒരു ശ്രമമാണ് ഈ സ്വാതന്ത്ര്യ കിസ് ചോദ്യത്തിലൂടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിരുന്നു സവർക്കർ. എന്നാൽ പിന്നീട് അത് BJPയുടെ ഭാഗത്തു നിന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാർ എടുത്ത ഒരു കള്ളക്കേസാണെന്നും പിന്നീട് അദ്ദേഹത്തിനെ ആ കേസിൽ വെറുതെ വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പറ്റി വിശദീകരിക്കാൻ സാധിക്കുമോ? ഗാന്ധി വധത്തിൽ അന്വേഷണം നടത്തിയ അതിൻ്റെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വേണ്ടത്ര ഗൗരവത്തിൽ അതിൻ്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 1960കളുടെ അവസാനം ജസ്റ്റിസ് ലാൽ കപൂർ കമ്മീഷനെ കൊണ്ട് ആ കേസ് അന്വേഷിക്കുന്നത്. ഗാന്ധി വധത്തിൽ അദ്ദേഹം 7ാം പ്രതിയാണ് സവർക്കർ. കേസിൽ തെളിവില്ലാത്തതുകൊണ്ട് വിട്ടുപോയതാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ 1996 ആ കേസ് ശിക്ഷിക്കപ്പെട്ട് പിന്നീട് പുറത്തു വന്ന ഗോപാൽ ഗോഡ്സെ, ഗാന്ധി വധത്തിൽ തൂക്കിലേറ്റപ്പെട്ട നാത്തുറാം വിനായക് ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ഫ്രണ്ട് ലൈൻ വാരികയായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗോഡ്സെ RSS തന്നെയായിരുന്നുവെന്നും സവർക്കറുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കൃത്യം ചെയ്തതെന്നും, പക്ഷെ അദ്ദേഹം അന്ന് കോടതിയിലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കോ ഗവൺമെന്റിലോ RSSന്റെയും സവർക്കറുടെയും പേര് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? സവർക്കർക്ക് ദോഷം വരരുത് എന്ന ചിന്ത കൊണ്ടായിരുന്നു. സവർക്കറുടെ ആരാധകനായിരുന്നു, അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു നാത്തുറാം വിനായക് ഗോഡ്സെ. ഈ കാര്യങ്ങളെല്ലാം ഗാന്ധി വധത്തിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്ന മിസ്റ്റർ ഗോപാൽ ഗോഡ്സെ ഫ്രണ്ട് ലൈൻ ലേഖകനുമായി നടത്തിയ സുദീർഘമായ അഭിമുഖത്തിൽ 1996 തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. RSS എപ്പോഴും പറയുക ഗോഡ്സെ RSS അല്ല എന്നാണ്. RSSന്റെ ശാഖയിൽ പോയിരുന്ന ആളാണ് ആര്? ഗോഡ്സെ. ഗാന്ധി വധത്തിന് വേണ്ടി RSS സവർക്കറുടെ അഭീഷ്ടമനുസരിച്ചുണ്ടാക്കിയ പ്രത്യേക മിലിറ്റന്റ് ടീമാണ് എന്ത്? ഹിന്ദു രാഷ്ട്രദൾ. ആ പേരിൽ ഒരു പത്രവും തുടങ്ങി. ആ ഹിന്ദു രാഷ്ട്രദളിന്റെ സ്പോൺസർ, അതിന് പണം എത്തിച്ചു കൊടുത്തത്, അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്തത് ആരാണ്? മിസ്റ്റർ സവർക്കറാണ്. ഗാന്ധി വധം പ്ലാൻ ചെയ്യുന്നതും ഗാന്ധി വധത്തിന് ആവശ്യമായ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് എല്ലാ വിധത്തിലുള്ള ആലോചനയും ആസൂത്രണവും നടത്തിയിട്ടുള്ളത് ഈ വധത്തിൽ പ്രതികളാക്കപ്പെട്ട മുഴുവൻ പ്രതികളെ ഈ ഹിന്ദു രാഷ്ട്രദളില് ഇങ്ങനെ ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് സവർക്കറാണ്. പക്ഷേ തെളിവുകളില്ലാത്തതുകൊണ്ട് എന്താണ്? ഇദ്ദേഹം രക്ഷപ്പെട്ടു പോയി. ഈ കാര്യം എങ്ങനെയാ പുറത്തു വരുന്നത്? ലാൽ കപൂർ കമ്മീഷനെ നിയോഗിക്കാൻ അന്ന് ഇന്ത്യ സർക്കാർ, കോൺഗ്രസ് സർക്കാർ നിർബന്ധിതമായതുകൊണ്ടാണെന്നറിയും. ഗാന്ധി വധത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ മോചിതനായ കോൽക്കർക്ക് പൂനെയിലെ ഒരു വലിയ സ്വീകരണം കൊടുത്തു. ആ സ്വീകരണ യോഗത്തിൽ അദ്ദേഹം ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയാണ്, ഗാന്ധി വധിക്കേണ്ടപ്പെടേണ്ട ആൾ തന്നെയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം ആ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. അല്ലാതെ ഇത് യാദൃശ്ചികമായി സംഭവിച്ചു പോയാലോ വൈകാരികമായി സംഭവിച്ചു പോയാലോ, ഇതൊരു പ്ലാന്റെ അടിസ്ഥാനത്തിലാണ്. അത് പത്രങ്ങളിൽ വരികയും വലിയ രീതിയിൽ വിവാദമാവുകയും അന്ന് ഇന്ത്യൻ പാർലമെന്റിലുണ്ടായിരുന്ന AK ഗോപാലൻ ഉൾപ്പെടെയുള്ള
അന്നത്തെ CPM നേതാക്കളാണ് ആ വിഷയം ഉയർത്തിയത്. വലിയ രീതിയിൽ പാർലമെന്റ് അത് ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്യുന്നത്, ജസ്റ്റിസ് ലാൽ കപൂർ കമ്മീഷൻ എടുക്കുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി കോൺഗ്രസ് സർക്കാർ എടുത്തില്ല. ഗാന്ധി വധത്തിൽ അതിന് ഉത്തരവാദികളായ ആളുകളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ലോകനീതിയുടെയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മനസാക്ഷിയോടും ഉത്തരം പറയാനുള്ള ബാധ്യത കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചില്ല. ജസ്റ്റിസ് കപൂർ കമ്മീഷൻ റിപ്പോർട്ട് അവർ പരിശോധിച്ച് നടപടികൾക്ക് ആക്ഷൻ ടേക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാൻ അവർ തയ്യാറായില്ല. അവിടെയാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയത്. അപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി ചെയ്ത് സവർക്കറുടെ സ്റ്റാമ്പ് ഇറക്കുക. അതും നമ്മൾ മറന്നു പോകരുത്. ഈ സതീശൻ ഇവിടെ RSSന്റെ അജണ്ടയിൽ പ്രവർത്തിക്കുന്നു, ഡീലാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ ഡീലിന് ചരിത്രപരമായ വേരുകളുണ്ട്. ലാൽ കപൂർ കമ്മീഷൻ, ജസ്റ്റിസ് കപൂർ കമ്മീഷൻ ഈ വധത്തിൽ RSSനുള്ള സവർക്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള പങ്കിനെ സംബന്ധിച്ച് അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് കൊണ്ടുവന്നതാണ്. ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പിനും ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനും വീഴ്ച പറ്റിയെന്നും കപൂർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു അന്തരീക്ഷം വന്ന് നിൽക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നത്, ഈ സവർക്കറുടെ സ്റ്റാമ്പ് ഇറക്കുന്നത്. ഇപ്പോൾ RSS ഈ സവർക്കർക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ബഹുമാനിച്ച് ഇറക്കിയ തപാൽ സ്റ്റാമ്പാണ് എടുത്തു കാണിക്കുന്നത്. അതൊക്കെ രാഷ്ട്രീയത്തിലെ ചില ഒത്തുകളികളുടെ ദുരന്തഫലമാണ്. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായി അവർ ഗണിക്കുന്ന രാഷ്ട്രത്തിന്റെ പിതാവായി നമ്മൾ അംഗീകരിച്ചിട്ടുള്ള മഹാത്മാവിനെ വധിച്ച ഒരു പ്രസ്ഥാനമാണ് RSS. ആ പ്രസ്ഥാനത്തിന്റെ ആശയപദ്ധതി രൂപപ്പെടുത്തിയ ആളാണ് സവർക്കർ. ആ സവർക്കർ ഗാന്ധി വധത്തിൽ പങ്കുള്ള ആളാണ്. പക്ഷെ തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല. അയാൾ പ്രതി ചേർക്കപ്പെട്ടു, കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം രക്ഷപ്പെട്ടപ്പോഴും അദ്ദേഹത്തിനുള്ള പങ്ക്, അദ്ദേഹം ഉണ്ടാക്കിയ ഹിന്ദുരാഷ്ട്രദള്, അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി നടത്തിയ ഹിന്ദുരാഷ്ട്രദൾ എന്ന പത്രം ഗാന്ധിക്കെതിരായിട്ടുള്ള ഹെഡ് ടു ഹെയ്റ്റ് ക്യാമ്പയിൻ, ഗാന്ധിയെ വെറുക്കാൻ ക്ഷുദ്രവികാരം ഉണർത്തുന്ന റിപ്പോർട്ടുകളാണ് ഈ ഹിന്ദുരാഷ്ട്ര, അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ജേണലാണ് ഈ ഹിന്ദുരാഷ്ട്രദൾ എന്ന് പറയുന്നത്. അപ്പോൾ സവർക്കർക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥക്ക് ഗാന്ധിയുടെ പ്രസ്ഥാനമായ കോൺഗ്രസ് സർക്കാരിന് ഈ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ ചാർജ്, വലിയൊരു കുറ്റം ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരുകൾക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട്.